നിവി എടി നിവി നിവി ഒന്നിങ്ങോട്ട് വന്നേടി. അയ്യോ നിവി എടി അടുക്കള വീണ് പോടി. ഇത് വീണ പിന്നെ എങ്ങനെ വീഴാണ്ടിരിക്കും? എന്ത് കാറ്റായിരുന്നു ഇന്നലെ. കഞ്ഞിയൊന്നും എന്തായാലും വെക്കാൻ പറ്റത്തില്ല. ഞാനെന്തായാലും ശ്രീരം കൂടി പോയി കിടന്നുറങ്ങട്ടെ. എടി ഇങ്ങോട്ട് വന്നേടി, ഒന്ന് പോക്കിക്കേ. ചട്ടിയെല്ലാം പൊട്ടിപ്പോയല്ലോ ചാമ. ഇതങ്ങോട്ട് വെച്ചേ. അവിടെയും കൂടി അച്ഛാമ്മ എന്താണ് ഈ തരയണത്? എന്റെ കൂട്ടച്ച് പോയടി. ക്യൂട്ടാക്സ് ആണ് ഈ തപ്പണത്. ഞാൻ പോണെന്ന് എന്നോർത്ത് ഇവിടെ അടിക്കാനുള്ള ഇതിലായിരിക്കും. ഇവിടെ വെച്ചത് ഞാൻ. അച്ഛാമ്മ അങ്ങോട്ട് പോട്ടെ, നമുക്ക് വേറെ വാങ്ങിക്കാം. അല്ലെ ഞാൻ തരാം. നല്ല കൂട്ടച്ചായിരുന്നു. ഈ പൊട്ടത്തടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണ. പിന്നെ എങ്ങനെ വീഴാണ്ടിരിക്കാനാണ്? വെറുതെ കാറ്റിനെ കുറ്റം പറഞ്ഞു. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, തേക്കും തടി മേടിച്ചുകൊണ്ട് നിനക്ക് അടുക്കള കെട്ടിത്തരാം. അങ്ങോട്ട് കണ്ടിച്ച വെയിലത്താട്ടിട്ടാലേ ഒരാഴ്ച കത്തിക്കാൻ. ഒരാഴ്ച? അച്ചാമ്മ 2 ദിവസം കൊണ്ട് തന്നെ പോയിച്ചു തീർക്കും. അവിടെ ഒരു കെട്ടുണ്ട്. അടുക്കള പൊളിച്ചപ്പോ നല്ല സ്ഥലവും അല്ലേ? ഇനിയില്ലേ നമുക്കിത് ഇവിടെ രണ്ടിടത്തും കൂടി കൂട്ടിയിട്ടില്ലേ ഒരു ഊഞ്ഞാലും കൂടി കെട്ടാം. എന്നിട്ട് കാറ്റേ കൊണ്ടിരുന്നാടാ. എന്നാലേ മോള് ഊഞ്ഞാല് പാടി കാറ്റും വലിച്ചു കയറ്റി രസക്കല്ല. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ചിരുന്നാടാം. അതാകുമ്പോ അച്ചാമ്മക്കും വരെ പണിയില്ലല്ലോ. ഞാനില്ലേ പുറത്ത് അടപ്പ് കൂട്ടി കഞ്ഞി വെക്കാൻ പോവുകയാണ്. വല നീട്ടിയിട്ടുണ്ട്, വലയും നോക്കാം. കൊള്ളത്തിന്ന് കത്തിട്ടില്ല. പിന്നെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുത്തും. എന്ത് ചെയ്യോടി ഇത് കേട്ടാ? 2 അടക്കന്മാരെങ്കിലും വേണ്ടി വരും. ആ രാധാമണിയുടെ വീട്ടിൽ 2 അടക്കാമരം നിപ്പുണ്ട്. അതിന് രാധാമണിയുടെ അച്ഛൻ മുടക്കല്ലേ? അവളെ ഞാൻ വേണ്ടി വർത്താനം പറയൊക്കെ. പക്ഷെ ഇത് വെട്ടാൻ എന്ത് ചെയ്യും? അച്ഛമ്മേര് വെട്ടു. പിന്നെ എനിക്ക് അടക്കാമരം വെട്ടല്ലേ ജോലി. നീ കയറി വെട്ടു. ആളെ നിർത്തി വെട്ടിക്കണം. ആളെ നിർത്തി കെട്ടിക്കുമ്പോ കാശ് വേണം, കൊടുക്കണം. 10-4000 രൂപയെങ്കിലും വേണ്ടി വരും. 4000? പിന്നെ ഓല വേണ്ടേ? അതിന് ഓല പൊക്കത്ത് കയറിയിട്ടാ പോരെ? നീ കയറും അതെങ്ങേലും. അച്ഛാമ്മ കയറി പെറുക്കി. എനിക്കതല്ലേ ജോലി. എന്തുമാത്രം ഓലായിരുന്നു ആ കാറ്റത്ത് പറന്നു പോയത്. അപ്പൊ ഞാൻ എടുത്തു വെക്കാൻ പറഞ്ഞല്ലേ ചമ്മക്ക്. ഇനി ഓലൊക്കെ 4000 രൂപയും കൊടുക്കണം. കാറ്റത്ത് മെടഞ്ഞ ഓലയാണല്ലോ പറന്നു പോയത്. ഒക്കെ തടി കൊണ്ടൊന്ന് കേട്ടെ. അച്ഛാമ്മ എന്താന്ന് ചേച്ചി, ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ, അവിടെ അരി ഇരിപ്പുണ്ട്. അതും എടുത്ത് പാത്രത്തിൽ വെച്ച് 2 മീനും എടുത്ത് വെച്ചിട്ട് നാളെ കോളേജിൽ പൊക്കോ. കാശിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പഠിക്കാൻ പോകും. അല്ലെങ്കിൽ കട്ടിൻ്റെ അടിയിൽ നിന്നാണ് ഉപ്പും വലിച്ചോണ്ട് പോണത്. അയാളിപ്പോൾ പഠിക്കാം.
1 2 3 4. ഇതെന്താണ് അടുക്കള പൊളിഞ്ഞെന്ന് പറഞ്ഞ് വീട് വിട്ട് പോകണം? ഇപ്പം തന്നെ പോവുകയാണ്. എന്നാൽ പൊക്കുവോ? എനിക്ക് പോകാൻ സ്ഥലമില്ല. ആ, 3000 രൂപയുണ്ട്. ബാക്കി അച്ഛാമ്മ എടുത്തിട്ട് ഓടും. നാളെ ചോറിന് കണമ്പ് കിട്ടിയതിരിപ്പുണ്ട്. കണമ്പ് പുറത്ത് തരട്ടെ? അയ്യോ, അരിവാരി കൊണ്ടുവരാനാണല്ലോ പറഞ്ഞത്. പോടി, ഞാൻ തന്നു വിടുക നിനക്കിങ്ങനെ. അതന്ന് വിടും. എൻ്റെ കൊച്ചുമോളല്ലേ നീ? അന്നേക്ക് ആ പൈസ ഇങ്ങോട്ട് തിരിച്ചതാ. അതിപ്പോൾ എൻ്റെ ഇരിക്കട്ടെ, അടുക്കള കെട്ടണ്ടേ. നിന്റെ ബാഗിൽ അവിടെ ഒരു അറ കൂടി ഉണ്ടായിരുന്നല്ലേ? അച്ഛാമ്മേ, അല്ല, ഞാനിതുവരെ കണ്ടിട്ടില്ല. കാണണ്ട, കാണാണ്ടിരിക്കാൻ വേണ്ടി തന്നെ പ്രത്യേകം പറഞ്ഞുണ്ടാക്കി. ആ, 3000 രൂപ കയ്യിൽ തന്നിട്ടുണ്ട്. ഇനി അടുക്കളയിൽ കയറി അത് ചെയ്തെന്ന് എന്നോട് പറഞ്ഞേക്കും. ഓ, അല്ലാണ്ട് അടുക്കളയൊക്കെ ഇറക്കണം മെഴുകി ചെയ്യണമല്ല. അത് പിള്ളേർ ഒരു അടുക്കള വീണെന്ന് കാണുമ്പോൾ സങ്കടപ്പെടും. ആ, അടുക്കള വീണ ഇപ്പോഴാണ് വീണത്. ഇന്ന് കഞ്ഞൊന്നും വെക്കണ്ടെന്നും പറഞ്ഞ് പോയി കിടന്ന ആളെ ഇപ്പം പറയണം എന്നെ കൊണ്ട് അടുക്കളയൊന്നും ചെയ്യിക്കരുത്. അടുക്കള പൊളിഞ്ഞപ്പോ യൂട്രസ് ആളാണ് എന്നെ പറഞ്ഞു വന്നത്. അച്ചാമ്മടിക്ക് യൂട്രസ് ഉണ്ടല്ലോ, ആ രകലിന്റെ അടിയിൽ കിടപ്പുണ്ടായിരുന്നു. ഞാനതെടുത്ത് പൊക്കത്ത് വെച്ചായിരുന്നു. അത് ഞാൻ കണ്ടായിരുന്നു. ഞാനതെടുത്ത് കൊണ്ട് അകത്ത് വെച്ചായിരുന്നു. അമ്പടി കള്ളി എന്നെ പറ്റിച്ച്. എടീ, രാധാമണി ഇപ്പൊ വന്ന് കാണും. അടക്ക മരത്തിന്റെ കാര്യം പറയണ്ടേ? പറയണം. പിന്നെ 50 മുടലോലെ പോരെ? അത് മതിയാക്കും. ജോർജനോട് പറയാം ഓലയുടെ കാര്യം. അല്ല, അപ്പൊ കയറി സാധനം വാങ്ങിക്കണ്ടേ കെട്ടാനുള്ള? അത് അടക്കാമരം ഓലയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് മേടിക്കാം. കയറും ഇതൊക്കെ. ഏതായാലും ഇന്ന് കാറ്റും മഴയൊന്നും ഇല്ല. ഏതായാലും ഇന്നത്തെ അന്തരീക്ഷം നല്ലതാണ്. നമ്മുടെ അടുക്കള വീഴാനാ പറ്റിയാണ് ആ കാറ്റും മഴയും വന്നു. അതെന്റെ ബാഗിലെ പൈസ ഇരിക്കണാണ്ടിട്ട് വന്നതാ. പിന്നെ നിന്റെ ബാഗ് നോക്കിയില്ലേ കാറ്റും മഴയും നടക്കും? കാറ്റും മഴയുടെ കാര്യമല്ല, അച്ചാമ്മയുടെ കാര്യവും ഞാൻ പറഞ്ഞത്.